ഹലോ ഫ്രണ്ട്സ്, ഞാനിലേക്ക് സ്വാഗതം. കാതലിക്ക നേരമില്ല എന്ന് പറഞ്ഞിട്ടുള്ള നിത്യമേനനും ജയരവി അഭിനയിക്കുന്ന പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. ട്രെയിലർ ഒരു നല്ല ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. എന്തായാലും ജനുവരി 14 തീയതിയാണ് പടം റിലീസാകാൻ പോകുന്നത്. ഇപ്പോൾ ട്രെയിലർ ട്രെൻഡിങ്ങിലൊക്കെയാണ് യൂട്യൂബിൽ. പിന്നെ പ്രാവിൻകൂടി ഷാപ്പ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്ന് ചെമ്പൻ വിനോദും സൗബിൻ ഷായറും ബേസിൽ ജോസഫും കൂടിയിട്ടുള്ള പോസ്റ്റർ വന്നു. അതേമാതിരി ബേസിൽ ജോസഫ് മാത്രമായിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. രണ്ടുപേരും സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ശർവ 37 എന്ന് പറഞ്ഞ പടത്തിന്റെ ടൈറ്റിൽ ലുക്കും ഫസ്റ്റ് ലുക്കും അത് നണ്ടമ്പൂരും കൊന്നിടലും കൂടിയിട്ട് ലോഞ്ച് ചെയ്യുന്നുള്ള റീസെന്റ് ജനുവരി 14 തീയതി. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടത്തിന്റെ എപ്പിക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. അതേമാതിരി ഡോൾബി സിനിമ എന്നുള്ള രീതിയിലും ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ കർണാടകത്തിലത്തെ ബുക്കിംഗ് ഓപ്പൺ ആയെന്നുള്ള പോസ്റ്റർ വന്നു. അതേമാതിരി തമിഴ്നാട്ടിലത്തെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. കേരളത്തിലത്തെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും ഓപ്പൺ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും പടത്തിന്റെ എല്ലാ പരിപാടികളും എഡിറ്റിംഗ്, മ്യൂസിക് വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ലോക്കായതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന്റെ ബിഹൈൻഡ് ദ സീൻ ആയിട്ടുള്ള ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ വേൾഡ് വൈഡ് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ പ്രീ സെയിൽസ് മാത്രം 21 കോടി ആയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ 2 days to go പോസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിൻ്റെ റൺ ടൈമായി പറഞ്ഞു കേൾക്കുന്നത് 2 മണിക്കൂറും 45 മിനിറ്റും 30 സെക്കൻഡാണ്. പിന്നെ റോഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററി സീരീസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ഇന്ന് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ട്രോമ എന്ന് പറഞ്ഞ പടത്തിൻ്റെ മ്യൂസിക് റൈറ്റ്സ് എടുക്കുന്നത് സരിഗമ എന്നുള്ള അറിയിച്ചു. പിന്നെ മദ്രാസ്കാരൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ 2 days to go പോസ്റ്റർ വന്നു. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞ ബുക്ക് മൈ ഷോയിൽ 55 കയ്യിലും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചു. പിന്നെ വണങ്ക എന്ന് പറഞ്ഞ പടത്തിൻ്റെ 2 days to go പോസ്റ്റർ ഉണ്ട്. പടത്തിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് കാജൽ അഗർവാളിന്റെ പേര് പാർവതി ദേവി എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് ക്യാരക്ടർ പോസ്റ്റർ ഇറക്കി. പിന്നെ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ജി പ്രകാശ് അഭിനയിക്കുന്ന പടത്തിന്റെ ടീസർ എന്ന് വരും പറഞ്ഞിരുന്നു. അപ്പോൾ തമിഴ് ടീസർ ധനുഷാണ് പുറത്തിറക്കുക. അത് 6/1 അതേമാതിരി 6/1 ഹിന്ദി ടീസർ കങ്കന റണൌത്ത് ഇറക്കുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി തെലുങ്ക് ടീസർ 6/1 നാഗാർജുനൻ റിലീസ് ചെയ്യുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ പടത്തിലത്തെ സന്ദീപ് പ്രദീപിന്റെ പേര് ഷിഫാസ് അഹമ്മദ് എന്നുള്ളതെന്ന് അറിയിച്ചു. പിന്നെ ഒജി എന്ന് പറഞ്ഞിട്ടുള്ള പവൻ കല്യാണം അഭിനയിക്കുന്ന പടം. ഞാൻ പവൻ കല്യാണിന്റെ ഏറ്റവും വെയിറ്റ് ചെയ്യുന്ന പടമാണ്. എന്തായാലും ആ പടത്തിൽ ഫയർ സ്റ്റോം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടാവും. അതൊരു വേറെ ലെവലായിരിക്കും എന്നുള്ളതാണ് തമിഴ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഗംഭീരമായിട്ട് തന്നെ വരട്ടെ. പിന്നെ അയാം കാതലൻ എന്ന് പറഞ്ഞിട്ടുള്ള നെസ്ലിന്റെ ഒരു പടം പുറത്തിറങ്ങിയാണ് ഗിരീഷ് ഷെഡി എടുത്ത്. പ്രേമലുവിന് മുന്നടുത്ത ആയിരുന്നു, പക്ഷെ പ്രേമലുവിന് ശേഷമാണ് റിലീസായത്. എന്തായാലും അത് ജനുവരി 17 മനോരമ മാക്സിലൂടെ ഓട്ടിട്ട് റിലീസ് ആവുന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ ദാവീദ് എന്ന് പറഞ്ഞ പടത്തിന്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ബിബിൻ പെരുമ്പിള്ളിയുടെ പേര് രാജേഷ് ഏട്ടൻ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും പോസ്റ്റർ ഞാൻ കാണിക്കാം. പിന്നെ നാരായണന്റെ 3 ആൺമക്കൾ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിരുന്നു. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഡ്രാഗൺ എന്ന് പറഞ്ഞ പടത്തിലത്തെ റൈസ് ഓഫ് ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള തെലുങ്ക് വർഷം 1 million+ വ്യൂസ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഗ്രാൻഡ് പ്രീ റിലീസ് ഇവന്റ് നടക്കുന്നുണ്ട്. 5 മണി മുതലാണ് ശ്രീനഗർ കോളനിയിൽ ആന്ധ്രാപ്രദേശിൽ. പിന്നെ പടത്തിന്റെ 4 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഫത്തഹ് എന്ന് പറഞ്ഞ പടത്തിന്റെ 2 days to go പോസ്റ്റർ വന്നു. പിന്നെ BSS 12 വെലങ്കൊണ്ട സായ് ശ്രീനിവാസിന്റെ 12ാമത്തെ പടത്തിന്റെ ടൈറ്റിൽ ഹൈന്ദവ എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു ഗ്ലിംസ് പുറത്തിറക്കിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ബൊബ്ബ എന്ന് പറഞ്ഞ പടത്തിന്റെ ആക്ഷൻ ഡയറക്ടർ ആയിട്ടുള്ള കല കിങ്സിന്റെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഈ ക്ലാപ്പ് ബോർഡ് പിടിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ്. പിന്നെ ബ്രൊമൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ മച്ചാന്റെ മാലാക എന്ന് പറഞ്ഞിട്ടുള്ള സൗബിൻ ഷായറും നമിത പ്രമോദ് അഭിനയിക്കുന്ന പടം ഫെബ്രുവരി 27 തീയതി റിലീസ് ആവുന്നുള്ള അറിയിച്ചു. പിന്നെ ക്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള രവിതേജ പടം ഇറങ്ങിയിട്ട് 4 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പോസ്റ്റർ ഇറങ്ങി. ഒരു നല്ല പടം തന്നെ ആയിരുന്നു. പിന്നെ ഷഷ്ടിപൂർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പടത്തിന്റെ ഗ്ലിംസ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞ പടത്തിന്റെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇതിപ്പോൾ കേരളത്തിലത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യത്തെ തിയേറ്റർ ലിസ്റ്റും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിന്റെ ഫ്രം ടുമാറോ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററും അതേമാതിരി ബുക്കിംഗ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതേമാതിരി ഇന്ന് മുതൽ അല്ലെങ്കിൽ ഫ്രം ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററും കാണിക്കാം. പിന്നെ 10 hours എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ട്രെയിലർ ഇന്ന് രാവിലെ 11 മണിക്ക് വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ട്. ലോകശനിരാജാണ് പുറത്തിറക്കിയിട്ടുള്ളത്. പിന്നെ സംക്രാന്തി വസ്തു എന്ന് പറഞ്ഞ പടത്തിന്റെ 3 പാട്ടുകൾ കൊടരി കട്ടു, മീനു, ബ്ലോക്ക് ബസ്റ്റർ പൊങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള 3 പാട്ട്. ഈ പാട്ടൊക്കെ കൂടിയിട്ട് 110 million+ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പുഷ്പ 2 the Rule എന്ന് പറഞ്ഞ പടത്തിന്റെ മേക്കിംഗ് വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ റീലോഡർ വെർഷൻ ഈ ജനുവരി 11 തീയതി പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ജനുവരി 17 തീയതി ആയിരിക്കും പടം റിലീസ് ആവുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അല്ലു അർജുനും ത്രിവിക്രമും കൂടിയിട്ടാണ് അടുത്ത പടം ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അല്ലു അർജുനും ത്രിവിക്രമും കൂടിയിട്ട് 4ാമത്തെ പടമാണ് വരാൻ പോകുന്നത്. എന്തായാലും ഗംഭീരാവും തന്നെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ പടത്തിൽ മ്യൂസിക്കിനായിട്ട് അനിരുദ്ധനെയാണ് നോക്കുന്നത് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ഇതിന്റെ ഒരു അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഈ പടത്തിന്റെ ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് മിക്കവാറും ഈ മാസം ഉണ്ടാവും എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ അല്ലു അർജുൻ ഈ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിന്റെ ടീമിനെ വിളിച്ചിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട്. എല്ലാ ടീമിനും, മാർക്കോയുടെ എല്ലാ ടീമിനെയും കുറിച്ചിട്ട്. പിന്നെ അതേമാതിരി ഉണ്ണിമുന്തരെയും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആളുടെ ഫൈറ്റിനെ കുറിച്ചിട്ട് ആൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. എന്തായാലും ഹിന്ദിയിലൊക്കെ നല്ല കളക്ഷനാണ് പടത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തെലുങ്കിലായി കഴിഞ്ഞാലും 5 കോടിയുടെ മുകളിലേക്ക് അയക്കണം ഇപ്പോൾ കളക്ഷൻ. പിന്നെ തെലുങ്കിൽ മാരക റെസ്പോൺസ് ആണ് പടത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ കണ്ടാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടാണ്. അപ്പോൾ അല്ലു അർജുനും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളതിൽ. പിന്നെ കാളി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഷൂട്ടിംഗ് തുടങ്ങാൻ പോകാണ് ഈ 2025 മിഡോട് കൂടി. എന്ന് വെച്ചാൽ ജൂൺ ജൂലൈ ആ സമയത്തൊക്കെ ആയിട്ടായിരിക്കും. പിന്നെ ശ്രീഗോകുലം മൂവീസ് നീംപോളിനെ വെച്ചിട്ടൊരു പടം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സൂര്യ 45 എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യയുടെ 45ാമത്തെ പടത്തിൽ വില്ലനായിരുന്ന RJ ബാലാജി ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. RJ ബാലാജി ഞാൻ പടം ഡയറക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ വില്ലനായിട്ട് ആൾ വരുന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള പടം കാർത്തിക് സുബ്രാജ് എടുക്കുന്ന പടമാണ്. ഈ പടത്തിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. സൂര്യയുടെ 44ാമത്തെ പടമായിരുന്നു. എന്തായാലും ദ വൺ എന്നുള്ള രീതിയിലാണ് ഇതിൽ ആളെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ദ വൺ ഫ്രം May 1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ May 1 തീയതിയാണ് പടം റിലീസ് ആവുക എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യാം.
പിന്നെ ചിയാൻ 63 ചിയാൻ വിക്രമിന്റെ 63ാമത്തെ പടത്തിൽ നായികയായി എത്താൻ പോകുന്നത് പ്രിയങ്ക മോഹൻ ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ വീരധീര സൂര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം വരാണ്ട് ആളുടെ അത് ഈ മാസം 30-ാം തീയതി ആയിരിക്കും റിലീസ് ആവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഇതിന്റെ ഫസ്റ്റ് സിംഗിൾ ഇപ്പം തന്നെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ പോസ്റ്ററൊക്കെ ഇറക്കിയായിരുന്നു. പിന്നെ ഇതിന്റെ മെർച്ചൻഡൈസ് ഒക്കെ വന്നിട്ടുണ്ട്, ഷർട്ട് ടീഷർട്ട് കാര്യമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ യുഎസിലത്തെ റിലീസ് ചെയ്യുന്നത് നിർവാന സിനിമാസും അച്ചൈൻസ് ഫിലിമോസും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി ഓസ്ട്രേലിയ ന്യൂസിലാൻഡും അവിടുത്തെ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് വാണ്ടർലസ്റ്റ് ഫിലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ റിലീസ് മുന്നേ പറഞ്ഞിട്ടായിരുന്നു മെയ് 1-ാം തീയതി ആയിരുന്നു. അപ്പോൾ അവിടേക്കാണ് സൂര്യ 44 അല്ലെങ്കിൽ റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള പടം വന്നിട്ടുള്ളത്. എന്തായാലും ഈ പടം ഇപ്പോൾ ഓഗസ്റ്റ് 14-നാണ് റിലീസ് ഉണ്ടാവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓഗസ്റ്റ് 14-ന് പക്ഷേ NTR ഹൃതിക് റോഷൻ അഭിനയിക്കുന്ന വാർ 2 എന്ന് പറഞ്ഞ പടം റിലീസ് ആവുന്നുണ്ട്. എന്തായാലും NTR നീൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം പ്രശാന്ത് നീൽ NTRനെ വെച്ചെടുക്കുന്ന പടമാണ്. പടത്തിന്റെ റിലീസ് ജനുവരി 9-ാം തീയതി 2026 അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മെയിൻ കഥാപാത്രമായിട്ട് ബിജു മേനോനും ടോവിനോ തോമസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ഹോംബാല ഫിലിംസിന്റെ ഭാഗത്തുനിന്ന് ഹാപ്പി ബർത്ത്ഡേ റോക്കിംഗ് സ്റ്റാർ യെസ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ ഇറക്കിയിരുന്നു. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതേമാതിരി സൺ പിക്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇറക്കിയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ യെസ് എന്നുള്ള രീതിയിൽ. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ആളുടെ ഇനി വരാൻ പോണ പടം ടോക്സിക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ബർത്ത്ഡേ പീക്ക് എന്നുള്ള രീതിയിൽ ഒരു ടീച്ചർ പോലത്തെ സംഭവം ഇറക്കിയായിരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊള്ളാം എന്നുള്ള രീതിയിൽ, അല്ലാതെ കൂടുതലൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടീച്ചറിനായിട്ട് ഉപരി വേറെ രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു ഇതായിട്ടൊന്നും തോന്നിയില്ല. വിഷ്വൽസും BGM ഒക്കെ വേറെ ലെവലിൽ തന്നെയായിരുന്നു. എന്തായാലും പടത്തിലത്തെ ഈ സീനുകളിൽ കുറച്ചിട്ട് നിതിൻ രഞ്ജി പണിക്കറൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഗീതു മോഹൻദാസ് കസബ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗമായിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ ആള് വേറെ സ്റ്റേറ്റിലേക്ക് എത്തിയപ്പോൾ വേറെ രീതിയിലായി എന്നുള്ള രീതിയിലൊക്കെയാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ജോബി ജോർജ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്നും ഇന്നും എന്നും രാജാവാട രാജൻ സക്രിയ ഒരു വരവ് കൂടി വരും എന്നുള്ള രീതിയിൽ. എന്നുവെച്ചാൽ കസബട ഇനി 2ാം ഭാഗം വരുന്നതാണോ അതിനി നിതിൻ രഞ്ജി പണിക്കർ മമ്മൂട്ടിനെ വെച്ചിട്ട് വേറെ പടം എടുക്കുന്നതാണോ എന്നറിയില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ എന്തായാലും കൊടുത്തിട്ടുണ്ട്. പിന്നെ MMN എന്ന് പറഞ്ഞ പടത്തിന്റെ ഓവർസീസ് റൈറ്റ്സ് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ അവരെടുക്കാനാണ് കൂടുതൽ ചാൻസ്. പക്ഷേ വലിയ പടമായതുകൊണ്ട് വേറെ ആൾക്കാരാവാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതൊരു റെക്കോർഡ് തൂക്കുക എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ മമ്മൂട്ടി മോഹൻലാലും കൂടി ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡൊമിനിക്ക ദ ലേഡീസ് ഫേഴ്സ് എന്ന് പറഞ്ഞ അതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ വരുമെന്ന് പറഞ്ഞായിരുന്നു. അത് വന്നിട്ടുണ്ട്. ഒരു നല്ല ട്രെയിലർ ആയിട്ടാണ് ഞാൻ തോന്നിയത്. പടം നന്നാവുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ രീതിയിലുള്ള പടമാണ്. അതുപോലത്തെ അപ്ഡേറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ക്ലിക്ക് എടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.